So, good evening, all. If I am audible properly, just to do let me know with a message in the chat. നമ്മൾ ലൈവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയതുകൊണ്ട് തന്നെ ലൈവ് ചാറ്റിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വെദർ ഐ ആം ഓഡിബിൾ പ്രോപ്പർലി ടു യു. യാ, താങ്ക് യു. ഫൈൻ. ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി നെയിംസ് ആണുള്ളത് അല്ലേ? തെയ്യം സ്റ്റോറീസ്. ഓക്കെ, ഫൈൻ. സോ വാട്ട് അബൌട്ട് അതേഴ്സ്? ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. വി ക്യാൻ സ്റ്റാർട്ട് റൈറ്റ് നൗ. ഓക്കെ നവ്യ, താങ്ക് യു. ഫൈൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ സെഷൻ. സോ സ്റ്റാർട്ടിങ് അവർ ഡിസ്കഷൻ, നമ്മൾ UPSC പ്രിലിംസ് പരീക്ഷയ്ക്ക് ഭാഗമായിട്ട് മോഡേൺ ഇന്ത്യയുടെ PYQ അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ ഹൗ ഷുഡ് ബി അവർ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, മേക്ക് ഷുവർ യു ആർ വെരി ഇന്ററാക്റ്റീവ് ത്രൂ ഔട്ട് ദ സെഷൻ. അതിന്റെ ഭാഗമായിട്ട് ദിസ് ഈസ് അവർ മോഡേൺ ഇന്ത്യ PYQ പാർട്ട് 2. നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് വരുന്നത്. എസ്പെഷ്യലി വി ആർ ഡിസ്കസിങ് ദ പാർട്ട് ഫ്രം ബിഫോർ 1857 റിവോൾട്ട്. യൂറോപ്യൻസിന്റെ ഒരു കാലഘട്ടം മുതൽക്ക് 1857 റിവോൾട്ട് വരെയുള്ള ഒരു ഫേസിലായിട്ടാണ് നമ്മുടെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ വി ആർ സ്റ്റാർട്ടിങ് ദിസ് ആസ് പാർട്ട് 2. പാർട്ട് 1 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അത് കോഴ്സിന്റെ ആപ്ലിക്കേഷൻ വഴിയിൽ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്. കാണാത്തവർ നിർബന്ധമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കാം. കാരണം അതിൽ കുറച്ച് ഇൻസൈറ്റുകൾ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. 1857 റിവോൾട്ടിന്റെ മുന്നോടിയായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കോർ ടോപ്പിക്സ്. കാരണം ഈ 5 പ്രധാനപ്പെട്ട കോർ ടോപ്പിക്സിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഞാൻ സെഷൻ മുന്നോട്ട് പോകുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് 1-2 കാര്യങ്ങൾ. ദോസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ലൈവ് പ്രീമിയർ, ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ, ലൈവ് സ്ട്രീം ജോയിൻ ചെയ്ത ആൾക്കാർ, മേക്ക് ഷുവർ നിങ്ങൾ അറ്റ് ദി കറന്റ്, അതായത് ലേറ്റസ്റ്റിലോട്ട് എത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. എന്നിട്ട് എനിക്ക് നിങ്ങൾ കൃത്യമായിട്ട് റെസ്പോൺസ് നൽകുക. We are discussing the 5 very important topics that you guys have to learn before 1857 revolt. ഞാൻ ഈ പറയുന്ന ഒരു PPT നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ് ഗൈസ്. കമന്റ് സെക്ഷനിൽ യെസ് ഒന്ന് കമന്റ് ചെയ്യും. ഞാനിപ്പോൾ പറയുന്ന സ്ഥലം നിങ്ങൾക്ക് കാണുന്നുണ്ട് എങ്കിൽ then we'll be starting our discussion as powerful one. Yeah, fine. So guys, thank you. Keep responding. Okay. So guys, നിങ്ങൾ 1857 റിവോൾട്ടിന്റെ മുന്നോടിയായിട്ട് നമുക്ക് 2 ഫേസിലായിട്ട് മോഡേൺ ഇന്ത്യ പഠിക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, യൂറോപ്യൻസിന്റെ അറൈവൽ മുതൽക്ക് 1857 റിവോൾട്ട് വരെ. ദെൻ 1857 റിവോൾട്ട് മുതൽക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു മൊമെന്റ് വരെ. അതാണ് പ്രിലിംസിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ഓക്കെ, മെയിൻസിനും അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. പക്ഷെ മെയിൻ അനലിറ്റിക്കൽ അപ്രോച്ച് ആണ്. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് പാർട്ട് ദാറ്റ് വി കൻ ഡിസ്കസ് ലേറ്റർ ആസ് വെൽ. ബട്ട് വെൽ വി ആർ ഡിസ്കസിങ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്, നമ്മൾ 1857 റിവോൾട്ടിന് മുമ്പായിട്ട് പഠിച്ചിരിക്കേണ്ട 5 കോർ ടോപ്പിക്സ്. ഒന്ന്, ബ്രിട്ടീഷ് ലെജിസ്ലേറ്റീവ് ആക്ടുകളാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ലെജിസ്ലേറ്റീവ് ആക്ടുകൾ നമുക്കറിയാം. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ടുകൾ ഉണ്ട് അല്ലെ, 1793, 1813, 1833, 1853. അപ്പോൾ ഓരോ ആക്ടിന്റെയും പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ നിന്ന് ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, വിത്ത് റെസ്പെക്ട് ടു ട്രേഡ് സിസ്റ്റം വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. രണ്ടാമതായിരുന്നു ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. എസ്പെഷ്യലി നമ്മൾ ഇന്ന് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ നടത്തുകയും ചെയ്തു. അതിന്റെ റെക്കോർഡഡ് സെഷനും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പെർമനന്റ് സെറ്റിൽമെന്റും റൈറ്റ് വൈഡ് സെറ്റിൽമെന്റും മഹൽവാരി സെറ്റിൽമെന്റും 3ഉം പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് എന്തുകൊണ്ട് ആ ഒരു പ്രദേശത്ത് വന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, പെർമനന്റ് സെറ്റിൽമെന്റ് എന്തുകൊണ്ട് ബംഗാളിൽ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രോസസ്സിങ്ങും ആഫ്റ്റർ എഫക്റ്റും നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ് വാരി സെറ്റിൽമെന്റ് മദ്രാസിന്റെയും ബോംബെയുടെയും ഭാഗത്ത് വന്നപ്പോൾ എന്തുകൊണ്ട് അവിടെ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ജാമീന്ദാർ സെറ്റിൽമെന്റ് വന്നില്ല എന്നുള്ള ഒരു ഇൻസൈറ്റ്ഫുൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ യുവർ ലേണിംഗ് പ്രോസസ് ഈസ് വെരി ഗുഡ്. സിമിലർലി മഹൽവാരി സിസ്റ്റം ആസ് എ തേർഡ് വൺ എന്തുകൊണ്ട് നോർത്ത് വെസ്റ്റിലും പഞ്ചാബിന്റെ ഭാഗത്തും വന്നു, ആ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ആൻഡ് ഫൈനലി സ്റ്റേറ്റ് ഫോർമേഷൻ ആൻഡ് ട്രാൻസിഷൻ. ലൈക്ക് നിങ്ങൾക്കറിയാം, ഈ 19ാം നൂറ്റാണ്ട് 1857 റിവോൾട്ടിന് മുന്നോടിയായിട്ട് 18ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. ലൈക്ക് ദ കിങ്ഡം ഓഫ് മൈസൂർ, ആർക്കോട്ട്, റോഹിൽഖണ്ഡ്, ഇങ്ങനെ ഓരോ പ്രദേശങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും ചില പൊളിറ്റിക്കൽ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പല ആസ്പിറൻസിനും അവിടെ നല്ല സംശയം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് വീക്കിൽ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു സ്റ്റഡി നോട്ട് വായിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലൊരു സ്റ്റഡി നോട്ട് ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നത്. ഹോപ്പ് യു ഗൈസ് റിവൈസ്ഡ് ദാറ്റ് വൺ. നിങ്ങളിൽ എത്ര പേര് റിവൈസ് ചെയ്തിട്ടുണ്ട്? ഉണ്ടെങ്കിൽ ഡൺ എന്നും ഇല്ലെങ്കിൽ ഇല്ല എന്നും പറഞ്ഞാൽ മതി. പക്ഷേ മേക്ക് ഷുവർ യു ആർ ബീയിങ് ഹോണസ്റ്റ്
വൈൽ ഐ ആം പ്രൊവൈഡിങ് സെർട്ടൻ വെരി പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഫുകൾ അല്ലെങ്കിൽ നോട്ടുകൾ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ അത് എത്രമാത്രം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞാൽ മതി. ഓക്കെ, യാ ഡൺ എന്ന് കമന്റ് ചെയ്തവരുണ്ട്, ഫൈൻ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ മേക്ക് ഷുവർ യു ആർ ജെന്യൂൻ ടു യുവർ പ്രിപ്പറേഷൻ അറ്റ്ലീസ്റ്റ്. Okay, some people might not aware of such a note itself, I know. Whatever it is. നാലാമത്തെ ടോപ്പിക്കാണ് പറയുന്നത് സബ്സിഡറി അലയൻസ് സിസ്റ്റം ആൻഡ് എക്സ്പാൻഷൻ പോളിസീസ്. നമ്മൾ വളരെ ഫെമിലിയർ ആണ് സബ്സിഡറി അലയൻസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ അത് മാത്രമാണോ ഉള്ളത്? അല്ല. Along with the subsidiary system, we are having the British Army, the British Police, the Civil Service. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് സ്റ്റേജുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ഡോണ്ട് വറി, ഇന്ന് സെഷനിൽ ഫൈനലി പങ്കെടുക്കുന്ന ആൾക്കാർക്ക്, അതായത് ത്രൂ ഔട്ട് ദ സെഷൻ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഐ ഹാവ് വൺ വെരി സർപ്രൈസിങ് നോട്ട് ഫോർ യു. ഇന്ന് സെഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആസ് യു ഗൈസ് നോ, യു ക്യാൻ കണക്ട് മീ ടു ഗെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ നോട്ട്. ഞാൻ ആ നോട്ട് ഉണ്ട്, ഒരു സ്പെഷ്യൽ നോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആ നോട്ട് മാത്രം വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസിന് ആ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ യു ആർ അറ്റൻഡിങ് ഓൾ ടുഡേസ് സെഷൻ കംപ്ലീറ്റ്ലി കേട്ടോ. പിന്നെ ഏർലി ഇക്കണോമിക് പോളിസീസ് ആണ്. ഇതൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പ്രയോറിറ്റി വൈസിൽ 1 മുതൽ 4 വരെയുള്ള ടോപ്പിക് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പഠിച്ചിട്ട് നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ 1857 റിവോൾട്ടിന് മുമ്പ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. 1857 ശേഷമുള്ള ടോപ്പിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു പ്രത്യേക സെഷനിൽ നടത്താം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിലോട്ട് പോവാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ടുഡേസ് PYQ അനാലിസിസ് ആൻഡ് ഹൗ യു ഷുഡ് അപ്രോച്ച് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ്, ഐ റിക്വസ്റ്റ്, ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരാം. നിങ്ങൾ ഇന്ന് ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ജസ്റ്റ് മേക്ക് യുവർ സ്റ്റാറ്റസ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമായിരിക്കും. കാരണം നമ്മളൊരു ഓപ്പൺ സെഷൻ ആയതുകൊണ്ടാണ് യൂട്യൂബ് ലൈവ് സ്ട്രീമായിട്ട് നമ്മൾ ചെയ്യുന്നത്. മോർ UPSC ആസ്പിറൻസിലോട്ട് എത്തട്ടെ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആൻഡ് കൈൻഡ്ലി ഗിവ് മീ യുവർ സപ്പോർട്ട് ബൈ പ്രൊവൈഡിങ് യുവർ സപ്പോർട്ട്. ലൈക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്പാർട്ടൻസ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനലാണ്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടും UPSC ഗൈഡൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഡു ഗിവ് യുവർ സബ്സ്ക്രിപ്ഷൻ ആസ് വെൽ. കാരണം ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട ചില ഇൻസൈറ്റുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി റിലേറ്റഡ് വിത്ത് UPSC ഹിസ്റ്ററി ആസ് വെൽ ആസ് UPSC ഹിസ്റ്ററി ഓപ്ഷണൽ. ഓക്കെ, രണ്ടും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ഇപ്പൊ നടക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ലൈവ് പ്ലീസ് മേക്ക് യുവർ സ്റ്റാറ്റസ് ആസ് വെൽ ആസ് ഷെയർ വിത്ത് യുവർ UPSC ഫ്രണ്ട്സ് സോ ദാറ്റ് ദേ ക്യാൻ ഓൾസോ ജോയിൻ ഇൻ ദിസ് ലൈവ് സ്ട്രീമിംഗ് പ്രോഗ്രാം. ഒന്ന് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് ഡു ഇറ്റ് ഗൈസ് സോ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട്. ഹോപ്പ് യു വിൽ ബി ഡൂയിങ് ദ സെയിം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർ യു റെഡി? സ്റ്റാറ്റസ് ആക്കിയിട്ട് നിങ്ങൾ പറയൂ, ആർ യു റെഡി, സോ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് അവർ PYQ ഡിസ്കഷൻ. യാ, താങ്ക് യു ജോറിസ്, വൈശാഖ്, Hari, thank you. All are my students. I'm very happy that each and every one of you are here. Okay, നിങ്ങൾ ഇതൊന്ന് ഒന്ന് സ്റ്റാറ്റസ് ആക്കണേ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഇന്നത്തെ ഒരു സെഷൻ നടക്കുകയാണല്ലോ. So that others also can join if they are interested. Okay. Fine. Thank you. So we are starting our discussion. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം തരും. എല്ലാം PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രമിക്കാം. യു ഹാവ് 15 സെക്കൻഡ്, 15 സെക്കൻഡ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കാനും ആൻസർ ചെയ്യാനും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വായിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആൻസർ 1 എന്ന് എഴുതിയിട്ട് കോമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എവ്രി വൺ, സെഷനിലുള്ള എല്ലാവരും നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മേ ബി സംടൈംസ് യു നോ ദ ആൻസർ, സംടൈംസ് യു ഡു നോട്ട് നോ, ബട്ട് ഡോണ്ട് വറി. ഇത് നമ്മൾ ക്ലാസ് റൂം ആണ്, പ്രാക്ടീസിങ് ആണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ മാത്രം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് വരിക. അപ്പൊ നിങ്ങൾ തെറ്റിയാലും ഇല്ലെങ്കിലും വാട്ട് യു ഫീൽ ആസ് റൈറ്റ് ആൻഡ് യു വിൽ കുത്തൽ. നിങ്ങൾ ഏത് കുത്തും എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി.
എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യാ വെരി ഗുഡ്. യാ അൻസാറ, ഓക്കെ. സി നിയാസ്, സി ഹരി, സി ജോറിസ്, സി നവ്യ, സി നിധി, കോൺവാലിസ്. Okay, fine. So the correct answer is Vaishak, C. Okay, fine. So the correct answer for this particular question is C itself. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ചോദ്യത്തിൽ നിന്നും എന്ത് ഇൻസൈറ്റ് എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, rather than discussing the factual info or something. Okay. So the question is like that: who among the following Governor General created the Covenanted Civil Service of India, which later came to known as Indian Civil Service? ഇന്ന് നമുക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉണ്ട്, ആൻഡ് യു ഗൈസ് ഓൾ ആർ ലൈക്ലി പ്രിപ്പയറിംഗ് ഫോർ ദ സെയിം, റൈറ്റ്? പക്ഷെ സിവിൽ സർവീസ് ഉണ്ടാകുന്ന ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പേഴ്സണാലിറ്റി വി ആർ ലിസണിങ് ആസ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി, കോൺവാലിസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കോൺവാലിസ് ആണെന്ന് പറയാം. കാരണം ഇവിടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റോറിയാണ് ചോദിച്ചത്, കോവനന്റഡ് സിവിൽ സർവീസ് ടു ലേറ്റർ ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പൊ ഡെവലപ്മെന്റ് സ്റ്റേജ് പറയുന്നുണ്ട്, അപ്പൊ കോൺവാലിസ് ആണ്. അപ്പൊ കോൺവാലിസ് കൊണ്ടുവന്നിട്ടുള്ള സിവിൽ സർവീസ് ആണ് കോവനന്റഡ് സിവിൽ സർവീസ്. കോവനന്റഡ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഐഡിയ? ഇഫ് യു നോ പ്ലീസ് സേ ദ ഐഡിയ. ഇഫ് യു ഡോണ്ട് നോ പ്ലീസ് കമന്റ് നോ. രണ്ടാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് വേണം. എന്താണ് കോവനന്റഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിലായോ? ഓക്കെ, നോ, ഐ എം ഗെറ്റിംഗ് ദ റെസ്പോൺസ് ലൈക്ക് നോ. ഇഫ് എനിവൺ നോ പ്ലീസ് കമന്റ് യുവർ ഐഡിയ ബിഹൈൻഡ് ദ സെയിം. ഓക്കെ, കുറെ ആൾക്കാർക്ക് അറിയില്ല, കോവനന്റഡ് സിവിൽ സർവീസ് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് എഗ്രിമെന്റ് ആണ്. അതായത് ബ്രിട്ടീഷുകാർ ഇത് എപ്പോഴാണ് കൊണ്ടുവരുന്നത്? 1790s, 1790 സമയത്ത്. അപ്പൊ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇങ്ങനെ പതിയെ ഇന്ത്യയിൽ എക്സ്പാൻഡ് ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരു കാരണവശാലും ഇന്ത്യക്കാരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസ് കൊടുക്കാൻ നിർവാഹമില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ കോൺവാലിസിനെ പോലുള്ള ആൾക്കാർ കൊണ്ടുവന്നതാണ് ബ്രിട്ടനിൽ നിന്നും ചില എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ ചില എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുക, സിവിൽ സർവീസിലോട്ട് കൊണ്ടുവരിക. അങ്ങനെ ഇനീഷ്യൽ ടൈമിൽ ബ്രിട്ടീഷുകാർക്ക് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്ന സിവിൽ സർവീസിന് പറയുന്ന പേരാണെന്ത്? കോവനന്റഡ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ ആണോ? ഒരു അഗ്രിമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, നൗ ഐ ഹാവ് ആഡഡ് സം വെരി ഇമ്പോർട്ടന്റ് എക്സ്പ്ലനേഷൻ ടു ദിസ് വൺ. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകളാണെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. ഒന്ന്, കോവനന്റഡ് സിവിൽ സർവീസ് പ്രൈമറിലി കൺസിസ്റ്റഡ് ഓഫ് യൂറോപ്യൻസ്. നോക്കിയേ, ഇവിടെ തുടക്കത്തിൽ യൂറോപ്യൻകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്കാർക്ക് സിവിൽ സർവീസിൽ തുടക്ക സമയത്ത് ബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ത്യക്കാർക്ക് പതിയെ കോമ്പറ്റീവ് എക്സാംസിൽ ഇന്ത്യക്കാർ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇതിലൂടെയാണ് ഇതൊരു ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന രൂപത്തിലോട്ട് മാറ്റുന്നതും പതിയെ ഇന്ത്യക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇൻ ദ എക്സാമിനേഷൻ ഈസ് പോസിബിൾ എന്ന രീതിയിൽ വരുന്നതും. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്ക് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഡോണ്ട് വറി, ഐ വിൽ ബി ഗിവിംഗ് സെർട്ടൻ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് എക്സാം ഓറിയന്റഡ് നോട്ട് ഫോർ യു, for all the participants, and I'll be announcing that note at the end of this discussion. അപ്പൊ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ കാര്യം, ആ രീതിയിൽ അറിഞ്ഞിരിക്കാം. ഇനി കോൺവാലിസ് എന്തുകൊണ്ട് കോവനന്റഡ് സിവിൽ സർവീസ് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് പറയാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. അതായത് കോൺവാലിസ് വരുന്നതിന് മുന്നോടിയായിട്ട് വി കൻ സി സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് ഗവർണർ ജനറൽസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്തെല്ലാം ബ്രിട്ടീഷുകാർ കുറച്ച് ഫേവറേറ്റിസം ആയിരുന്നു, കുറച്ച് കറപ്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെ വാട്ട് വി കൻ സി, ഇങ്ങനെ നടപ്പിലാക്കിയ ശരിയാവില്ല. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സിസ്റ്റത്തിൽ ഒരു പ്രൊഫഷണലിസം ഇല്ല, ഒരു സ്ട്രക്ചർഡ് അഡ്മിനിസ്ട്രേഷൻ ഇല്ല. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് 1786 സമയത്ത് ഇദ്ദേഹം കോവനന്റഡ് സിവിൽ സർവീസ് കൊണ്ടുവരുന്നത്. പിന്നീട് നിങ്ങൾക്കറിയാം 1786 അദ്ദേഹം ഇത് കൊണ്ടുവന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പോലീസ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് 1793 കോൺവാലിസ് കോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ഒരു കാരണവശാലും അത് മിസ്സാക്കരുത്. ഇനി എങ്ങനെയായിരുന്നു കോവനന്റഡ് സിവിൽ സർവീസിലെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും സിവിൽ സർവീസ് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ബ്രിട്ടനിലോ യൂറോപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്ന പലരും വളരെ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് എന്നാൽ ഞാനുണ്ട് പറഞ്ഞു വരില്ല. സോ സ്വാഭാവികമായിട്ട് എന്ത് വേണം? അവർക്കൊരു കോമ്പറ്റീവ് എക്സാമിനേഷൻ വേണം. അങ്ങനെ കോമ്പറ്റീവ് എക്സാമിനേഷനിൽ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവരെ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് ലോ, അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ ലാംഗ്വേജുകളിലെല്ലാം ട്രെയിനിങ് കൊടുക്കും. ഫൈൻ. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കും ബേസ്ഡ് ഓൺ ദ സീനിയോറിറ്റി. ഇത് ബ്രിട്ടീഷുകാർക്കോ അല്ലെങ്കിൽ യൂറോപ്യൻകാർക്കോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഇൻ ദ ഇനീഷ്യൽ ടൈം. എന്നിട്ട് അവര് ജോലി ചെയ്യുമ്പോൾ ഒരു അഗ്രിമെന്റ് ഒപ്പുവെക്കും. നമ്മൾ ജോലിക്ക് നമ്മുടെ ഇപ്പൊ ഓഫർ ലെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ, അഡ്വൈസ് ലെറ്റർ എന്നുള്ളത്, ആ രീതിയിൽ അന്ന് കോവനന്റഡ് എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്.
ഇത്രയും ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് മീ ഇൻ ദ ചാറ്റ്. ഐ വിൽ ബി ഡിസ്കസിങ്. ഇഫ് ദാറ്റ് ഈസ് ക്ലിയർ പ്ലീസ് നിങ്ങൾക്ക് ഒന്നിലും ഡൺ എന്നോ അല്ലെങ്കിൽ ഓക്കെ ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോജീസോ വാട്ട് എവർ ഇറ്റ് ഈസ് യു ക്യാൻ വിത്ത് ദാറ്റ് യു ക്യാൻ പ്രൊസീഡ് സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ ക്യാൻ ഗോ ടു അനദർ ക്വസ്റ്റ്യൻ. Okay, fine. Now another very important question I am going to show you guys. ഇത് കോൺസെപ്ച്വലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ല ടൈം എടുത്ത് വായിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡ്സിന്റെ ടൈം തരും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇനി കാണാൻ പോകുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Yeah, after reading this particular question, guys, please make sure you are commenting your options, what you feel as correct. 2010 ഒരു PYQ ആണ്. ഞാൻ പഴയതുപോലെ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ യു ഹാവ് ടു നോ സം ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ആസ് വെൽ ആസ് ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യനിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് വേറൊരു ഫോമിൽ വരാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. So some people like Vaishag, Abbas, Hari, all are commenting option C. What about others? ബാക്കിയുള്ളവര്? Yeah, Jory's option A. Others, please. Okay, C. Navya. What about others? C പറയുന്നുണ്ട്. സോ മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും സി ആണ്. ജോറിസിന് ഒന്നുകൂടെ സെക്കൻഡ് ഓപ്ഷൻ വേണോ, സെക്കൻഡ് ചാൻസ് വേണോ? ഒന്ന് വായിച്ചു നോക്കൂ. So let me discuss the question first. By regulation in 1793, the district collector was deprived of his judicial powers and made the collecting agent only. ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ഷൻ നടത്തുന്ന ആൾ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളിപ്പോ ഇന്നും ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ടർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അവിടെ ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്താ, ജില്ലാ തലത്തിലുള്ള എല്ലാ ടാക്സേഷൻസിന്റെയും ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഗവൺമെന്റിന്റെ. പക്ഷെ അന്ന് തുടക്ക സമയത്ത് അദ്ദേഹത്തിന് ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും മാറ്റിക്കൊണ്ട് വെറും കളക്ടിങ്, ടാക്സ് കളക്ഷൻ പവർ മാത്രമായിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. വാട്ട് വാസ് ദ റീസൺ ഫോർ സച്ച് എ റെഗുലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ തീമാറ്റിക് ക്വസ്റ്റ്യൻ, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ. യാ, ജോർ ഈസ് ഓൾസോ ഇൻ ടു ദ ഓപ്ഷൻ സി, റൈറ്റ്? So let me read each and every options. Lord Cornwallis felt that district collectors' efficiency of revenue collection would enormously increase without the burden of other work. ഇതും ശരിയാകാൻ ചാൻസ് ഉള്ളതല്ലേ? യെസ്, ഇത് ശരിയാകാൻ ചാൻസ് ഉള്ളതാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ളതല്ലേ? അപ്പം ജസ്റ്റ് ടിക്കറ്റ് വെച്ചു. Lord Cornwallis felt that the judicial power should compulsorily be in the hands of Europeans, while Indians can be given the job of revenue collection in the districts. കുഴപ്പമില്ല, ഒരു പാർഷ്യൽ ശരി അവിടെ ഉണ്ട്. ഓക്കെ, പക്ഷെ അതായിരിക്കണം എന്നില്ല. ജില്ലാ കളക്ടറുടെ കയ്യിൽ നിന്നും ജുഡീഷ്യൽ പവർ മാറ്റി നിർത്തിയിട്ട് വെറും റവന്യൂ കളക്ഷൻ ആകുന്നതിന്റെ റീസൺ. ലോർഡ് കോൺവാലിസ് വാസ് അലാർംഡ് അറ്റ് ദി extent of power concentrated in the district collector and felt that such absolute power was undesirable in one person. That's also one very ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പവറുമായി ബന്ധപ്പെട്ടുള്ള വൺ ഓഫ് ദി കോൺക്രീറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. The judicial work demanded a deep knowledge of India and a good training in law, and Lord Cornwallis felt that district collector should be only a revenue collector. ഇതാണോ? സോ ഇതിൽ 4 ഓപ്ഷൻസും ക്യാൻ ബി പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ വിച്ച് ഈസ് വൺ തിങ് ദാറ്റ് ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ depriving the judicial powers of district collector into collecting agent only. What do you feel as right now, guys? ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരാണ്. നിങ്ങൾ ഏതിൽ ഉറച്ചു നിൽക്കുന്നു?
നിങ്ങൾ എല്ലാവരും സി പറഞ്ഞ ഒരു സിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്, ഓർ അതർ എനി അതർ ഓപ്ഷൻ? അതേഴ്സ്, ഈ കമന്റ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടാകരുത് കേട്ടോ. ഗോ ഫോർ എനി ടൈപ്പ് ഓഫ് ആൻസറിങ്. യാ, യു ആർ സ്റ്റിൽ വിത്ത് ഓപ്ഷൻ സി. വൈശാഖ്, ഓക്കെ, ഉറപ്പിച്ചു. ഓക്കെ, ഫൈൻ. അബ്ബാസ് സി, ഹരി സി, എല്ലാവരും സി തന്നെയാണ്. സോ ദ കോൺക്രീറ്റ് ആൻഡ് ദ കറക്റ്റ് ആൻസർ സി ഇറ്റ് സെൽഫ്, ദാറ്റ് ഷോസ് ദ ബെസ്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ ചോദ്യം കൂടെ വായിക്കുക, ബാക്കിയുള്ളത് ശരിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ജോറിസും ആദ്യം തന്നെ ഓപ്ഷൻ എ കുത്താനുള്ള ഒരു ടെൻഡൻസി വന്നിട്ടുണ്ടാവുക. പക്ഷെ ഒരു ജില്ലാ കളക്ടറുടെ കയ്യിൽ നിന്ന് ജുഡീഷ്യൽ പവർ എടുത്ത് മാറ്റിയിട്ട് കളക്ടിങ് ഏജന്റ് ആക്കി മാറ്റാനുള്ള റീസൺ, ലോർഡ് കോൺവാലിസിന് ജില്ലാ കളക്ടറുടെ കയ്യിൽ കൂടുതൽ പവർ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ടാക്സേഷൻ കളക്ട് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കുക, തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു. ഞാനാണ് ജില്ലാ അതോറിറ്റി, ഞാൻ തന്നെയാണ് ടാക്സേഷൻ കളക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ടാക്സ് കളക്ട് ചെയ്യാൻ ആർക്കും കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ജുഡീഷ്യൽ പവർ കൂടെ എന്റെ കയ്യിലാണ്. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി സം വെരി കറപ്റ്റീവ് മാനേജ്മെന്റ്, അല്ലെ? ഒരു സെപ്പറേറ്റിസം ഓഫ് ഗവർണൻസ് ഇല്ല. പക്ഷെ സി ഇസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഹാപ്പൻ എന്നുള്ള. അപ്പൊ ഇങ്ങനത്തെ റീസൺ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ടെൻഡൻസി, സാധ്യത നല്ലതുപോലെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എനിക്ക് ഒരൊറ്റ കാര്യം പ്രോമിസ് ചെയ്തതാ. നിങ്ങൾ എന്ത് ടോപ്പിക്ക്, ഹിസ്റ്ററിയിൽ നിന്നാവട്ടെ, പൊളിറ്റിയിൽ നിന്നാവട്ടെ, ഇക്കണോമി ആവട്ടെ, ജോഗ്രഫി ആവട്ടെ, UPSC റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്ത് കോണ്ടന്റ് പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, വാട്ട് ഈസ് ദാറ്റ് ടോപ്പിക്, വൈ ഈസ് ദാറ്റ് ടോപ്പിക്, വൈ എന്നുള്ളത് നിങ്ങൾ എന്തിൻ്റെയും പഠിക്കാൻ ശ്രമിച്ചോ, നിങ്ങളുടെ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അത് പോസിബിൾ ആയി കഴിഞ്ഞാൽ മക്കളെ, ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് നിങ്ങൾക്ക് വെൽ ക്ലാരിറ്റിയോടുകൂടെ പ്രിപ്പറേഷൻ നടത്തും. വിത്ത് ദാറ്റ് ക്ലാരിറ്റി യു ക്യാൻ ഗോ ഫോർ മെനി എലിമിനേഷൻ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ നിങ്ങൾ വാട്ട് ഈസ് ദാറ്റ് ടോപ്പിക്, വൈ ഈസ് ദാറ്റ് ടോപ്പിക് എന്നുള്ളതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക. ചെയ്യത്തില്ലേ? ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ഷുവർ എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്ത് ടോപ്പിക് പഠിക്കുമ്പോഴും, ഇനി മുതൽക്ക് നിങ്ങൾ എന്ത് ടോപ്പിക് പഠിക്കുമ്പോഴും ആ ഒരു അപ്രോച്ച് ആലോചിക്കുക. എന്നെ ആലോചിച്ചിട്ട് നിങ്ങൾ പറയാം, സാറ് പറഞ്ഞിട്ടുണ്ട്, സഫാൻ സാറ് പറഞ്ഞിട്ടുണ്ട്, ഷുവർ അല്ല, വാട്ട് ആൻഡ് വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഈ പുസ്തകം തീർക്കാൻ വായിക്കുക, ചാപ്റ്റർ തീർക്കാൻ വായിക്കുക എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ചിൽ നിന്ന് മാറിക്കൊണ്ട് യു വിൽ ബി ലൈക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ലിങ്ക് ചെയ്തിട്ട്, അതാകുമ്പോൾ നിങ്ങളുടെ തലയിൽ അത് നിൽക്കും. അണ്ടർസ്റ്റാൻഡിങ് ബേസ്ഡ് ലേണിംഗ് ആണത്, അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ബേസ്ഡ് ലേണിംഗ്. അപ്പൊ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ആൻസർ ദാറ്റ് വൺ. ദാറ്റ്സ് ഹൗ യു ഹാവ് ടു പ്രിപ്പയർ. ഓക്കെ, hope it is clear. Fine. So we are going to the question number 3. It's a simple question, but go for it. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2007 ഒരു PYQ ആണ്. Yeah, all are with option A. കാരണം എന്താ വെച്ചാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വി നോ ദ വെരി ബേസിക്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. The ruler of which one of the following states was removed from the power by the British on the pretext of misgovernance? അവധ് ഉണ്ട്, ജാൻസി ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, സത്താര ഉണ്ട്, അല്ലെ? അതിൽ ഉത്തരം ഏതാ വരുന്നത്? ദാറ്റ് ഈസ് അവധ്. ജാൻസിയിലും സത്താരയിലേക്ക് വരുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ടാസ്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറ്റുമെങ്കിൽ ഇങ്ങനെ ടാബുലേഷൻ വരയ്ക്കുക. ടാബുലേഷൻ വരച്ചിട്ട് സബ്സിഡറി അലയൻസ് സിസ്റ്റം ഉണ്ടല്ലോ, SIS, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഉണ്ടല്ലോ, പിന്നെ അതർ. സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിന്റെ കീഴിൽ വന്നിട്ടുള്ള സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു 5 എണ്ണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ നല്ലതാണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്? സോ ബൈ ദാറ്റ് ഇറ്റ് സെൽഫ് യു ക്യാൻ ഗോ ഫോർ എ ഗുഡ് എലിമിനേഷൻ. ഇതാണ് പ്രിലിംസ് ഓറിയന്റഡ് നോട്ട്, ഈ ഒരു മെത്തേഡ്. അതർ എന്ന് പറയുന്ന സമയത്ത് അവധ് വരും, സാമ്പൽപൂർ വരും, അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളും ശ്രമിക്കുക. ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു ടു ക്ലിയർ ഓർ ടു ഹാവ് എ ക്ലിയർ കട്ട് പ്രിലിംസ് ഓറിയന്റഡ് മെത്തേഡ് ഓഫ് ലേണിംഗ്. അനദർ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. 2007 തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ആൻസർ ചെയ്യും. ഇത് ആൻസർ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ സിഗ്നിഫിക്കൻസ് കൂടെ പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കാം. ഒരു 15 സെക്കൻഡ്സ് സമയം തരാം, നിങ്ങൾ വായിക്കുക. ജസ്റ്റ് ടു ഡു കമന്റ് യുവർ ആൻസേഴ്സ്.
സോ മെജോറിറ്റി ഓഫ് എല്ലാവരും ബി ആണ് ഉത്തരം പറയുന്നത് അല്ലെ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ലെറ്റ് മീ റീഡ് ഇറ്റ് ഫോർ യു ഗൈസ്. എല്ലാവരും ആൻസർ ആണ് കേട്ടോ. നിങ്ങൾ ഈ ലൈവിൽ വരുന്ന ആൾക്കാർ മുഴുവനും നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. അറ്റൻഡ് ചെയ്യാതിരിക്കരുത് ഒരു കാരണവശാലും. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് ഈസ് ദാറ്റ് റോബർട്ട് ക്ലൈവ് വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇത് ശരിയാണോ തെറ്റാണോ? ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ റോങ് തിങ് ഇഫ് യു നോ വെരി ബേസിക്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ് വരുന്നത്. റോബർട്ട് ക്ലൈവ് എന്താ? ഫസ്റ്റ് ഗവർണർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, നോട്ട് ഗവർണർ ജനറൽ. വില്യം ബെൻഡിക് വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ദാറ്റ്സ് എ കറക്റ്റ് വൺ. ഇത് 2007 ചോദിച്ചൊരു ചോദ്യമാണെങ്കിൽ 2023 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ there was a direct question who was the first governor general of India. So PYQ നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ മോഡിഫൈഡ് വേർഷൻസ് അത് നിങ്ങൾക്ക് അപ്കമിങ് എക്സാമിനേഷനും എക്സ്പെക്ട് ചെയ്യാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി സിൻസ് ഇറ്റ്സ് ആസ്ക് ഫോർ കറക്റ്റ് ഓൺലൈൻ കേട്ടോ. ഇതും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ PYQs അഡ്രസ്സ് ചെയ്യാതെ പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ നടത്തുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇത് എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. Question number 5. Read and comment yourself, guys. Which one of the following was the first fort constructed by British in India? ഇങ്ങനത്തെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ നിന്നും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഇൻസൈറ്റ്ഫുൾ ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. പക്ഷേ ജസ്റ്റ് ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ റൈറ്റ് നൗ. നിങ്ങൾ എ ഓപ്ഷൻ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ദെൻ ബി പറഞ്ഞവരുണ്ട്, ഫൈൻ. അതേഴ്സ്, വെയിറ്റിംഗ് ഫോർ അതേഴ്സ്. അറിയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇരിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. ഇവിടെ നെഗറ്റീവ് ഇല്ല. നമ്മൾ ക്ലാസ് റൂം പ്രിപ്പറേഷനിൽ നമുക്ക് നെഗറ്റീവ് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആൻസറിങ്ങിലോട്ട് പോവുക. ഡൗട്ട് ഉണ്ട് സെന്റ് ജോർജ് ആണോ എന്നുള്ളത് അല്ലേ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ യൂറോപ്യൻസിന്റെ, ഞാൻ അത് നേരത്തെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, സബ്സിഡിയറി സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ, ഡോക്ടർ ഓഫ് ലാബ്സിന്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട നോട്ടാണ് പോർച്ചുഗീസിന്റെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ്സ് ഇൻ ഇന്ത്യ. കൊച്ചി ഉണ്ടായിരുന്നു, ഗോവ ഉണ്ടായിരുന്നു, ദാമൻ ദിയു ഉണ്ടായിരുന്നു. ഫ്രഞ്ചിന്റെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ് പോണ്ടിച്ചേരി ഉണ്ട്, കാരക്കൽ ഉണ്ട്, യാനം ഉണ്ട്, മാഹി ഉണ്ട്, ദെൻ ചന്ദ്രനാഗൂർ ഉണ്ട്, ഫ്രഞ്ചിൻ്റെത്. ഓക്കെ, ഇംഗ്ലീഷിന്റെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റുകൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഡച്ചിൻ്റെത് എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സെറ്റിൽമെന്റുകൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നാകും. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിലൊരു അപ്രോച്ച് നിങ്ങൾക്ക് വേണം. ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫോർട്ട് സെന്റ് ജോർജ് ആണ്. 1639 മദ്രാസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോട്ടയാണ് സെന്റ് ജോർജ്. ഓക്കെ, ഇതാണ് ബേസിക് ഇൻഫർമേഷൻ. അതേ സമയത്ത് ഫോർട്ട് വില്യം എന്ന് പറയുന്നത് 1696 സമയത്ത് ഉണ്ടാക്കുന്നതാണ് ഇൻ കൊൽക്കത്ത. ഫോർട്ട് സെന്റ് ഡേവിഡ് എന്ന് പറയുന്നത് അത് 1670 ചെന്നൈയിൽ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് വരുന്നത്. സെന്റ് ആഞ്ചലോ ഫോർട്ട് ഇത് വരുന്നത് നമ്മുടെ കണ്ണൂരാണ്. ഓക്കെ, അത് പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നീട് കുറച്ച് സമയം ഡച്ചുകാരെടുത്തും പിന്നീട് ബ്രിട്ടീഷുകാരുടെ കയ്യിലും വരുന്നു എന്ന് മാത്രം. ഇവിടെ നിങ്ങൾ ഇത് പഠിച്ചിരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യം പറഞ്ഞുതരും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് in the first half of 17th century the British made their strength of administration in south and they had their expansionary trade policies based at this particular fort, identify the fort. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഫസ്റ്റ് ഹാഫ് ഓഫ് 17th സെഞ്ചുറി എന്ന് പറയുമ്പോൾ തന്നെ 1650 മുന്നുള്ളതായി. അവിടെ തന്നെ അത് എലിമിനേറ്റ് ചെയ്യാനുള്ള ലോജിക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആ രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഏതാനും ചില ക്ലൂ വെച്ചിട്ട് വേണം, ഹിന്റുകൾ വെച്ചിട്ട് വേണം നമ്മൾ ആൻസറിലോട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കുന്നത് എസ്പെഷ്യലി ഇഫ് യു ആർ പ്രിപ്പയറിംഗ് വിത്ത് PYQs അത് നല്ല ക്ലാരിറ്റിയോടുകൂടി പഠിക്കാം. അല്ലാതെ വെറുതെ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, PYQസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല.
PYQs ഇൻസൈറ്റ് ഉണ്ടാക്കാൻ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അപ്രോച്ചും ഐഡിയയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചാറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ സോ ദാറ്റ് ഐ ക്യാൻ പ്രൊസീഡ് അക്കോർഡിംഗ്ലി. ഓക്കെ ഫൈൻ. അനദർ ക്വസ്റ്റ്യൻ 2005 മറ്റൊരു ചോദ്യമാണ്. ഇത് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, എന്നിരുന്നാൽ പോലും ജസ്റ്റ് ട്രൈ ടു ആൻസർ. ഒരു 20 സെക്കൻഡ്സ് സമയം തരാം, വായിക്കാൻ, നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു ലേണിംഗ് അപ്രോച്ച് പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് എല്ലാവരും പ്ലീസ് ജസ്റ്റ് ട്രൈ ടു കമന്റ് യുവർ ആൻസേഴ്സ്. വൈശാഖ്, വെരി ഗുഡ് വൈശാഖ്. അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ വിത്ത് ഇയർ വൈസ് ആയിട്ട് നമ്മുടെ ചാറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ബാറ്റിൽസ് ഫോർട്ട് ഇൻ ഇന്ത്യൻ 18th സെഞ്ചുറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചിലപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം ഏതൊക്കെ പ്രധാനപ്പെട്ട ബാറ്റിൽസ്. വാണ്ടിവാഷ് ഉണ്ട്, ബക്സർ ഉണ്ട്, അംബൂർ ഉണ്ട്, പ്ലാസി ഉണ്ട്. നമുക്ക് എന്തായാലും അറിയാം പ്ലാസി കഴിഞ്ഞിട്ടാണ് ബക്സർ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എ ക്യാൻ ബി എലിമിനേറ്റഡ്, ഡി ക്യാൻ ബി എലിമിനേറ്റഡ്. ഇതാണ് സിമ്പിൾ സ്റ്റെപ്പ്. ഇതെല്ലാവരും എടുത്തതല്ലേ? ഈ സ്റ്റെപ്പ് എല്ലാവരും എടുത്തതല്ലേ? യെസ് ഓർ നോ? നമുക്ക് ഫസ്റ്റ് നമ്മുടെ വിത്ത് അവർ കറന്റ് നോളജ് ലിമിറ്റ് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പൊ ഈ കണ്ടിട്ടുള്ള ബാറ്റിൽ ഓഫ് പ്ലാസി കഴിഞ്ഞിട്ട് ബക്സർ വരാൻ പാടുള്ളൂ. അങ്ങനത്തെ ആകുമ്പോൾ 2 ഓപ്ഷൻ കിട്ടി, 50-50 ആയി. പിന്നെ ചോദ്യം ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ട്, ഇവിടെ ബക്സർ ഉണ്ട്, 2 ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ അംബൂർ ആണോ വാണ്ടിവാഷ് ആണോ? അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന സിഗ്നിഫിക്കന്റ് ബാറ്റിൽസിന്റെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ്. തമിഴ്നാട്ടിലെ വണ്ടാവസി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ച് നടന്ന യുദ്ധമാണ് ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ആൻഡ് ലീഡിങ് ടു ദ വിക്ടറി ഓഫ് ഇംഗ്ലീഷ് അഗെയിൻസ്റ്റ് ദ ഫ്രഞ്ച്. അങ്ങനെ കർണാട്ടിക് വാറിന്റെ അവസാനത്തിലെ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ബാറ്റിൽ ഓഫ് വാണ്ടിവാഷ്. അപ്പൊ ഇത് 1760 നടക്കുന്നത്. 1760. ബാക്കി നിങ്ങൾക്കറിയാം പ്ലാസി നടക്കുന്നത് 1757 ബക്സർ 1764 ആണ്, വാണ്ടിവാഷ് 1760 ആണ്, അംബൂർ നടക്കുന്നത് 1749 ആണ്. ഓക്കെ, ഇത് വളരെ ബേസിക് ലേണിംഗ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഓൾറെഡി എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് മോഡേൺ ഇന്ത്യ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് 18th സെഞ്ചുറിയുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഹിസ്റ്ററീസ് ലൈക്ക് ആംഗ്ലോ കർണാട്ടിക് വാർസ്, ആംഗ്ലോ മറാത്ത വാർ, ആംഗ്ലോ മൈസൂർ വാർസ്, ഇതും ഇതിന്റെ പ്രധാനപ്പെട്ട ഇവന്റുകളും പഠിച്ചവരാണെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, അതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയിട്ട്. പഠിക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ള നോട്ട് അത് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. അതിലൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട യുദ്ധങ്ങളെ കുറിച്ചൊക്കെ ആ സെഷൻസിൽ പറയുന്നുണ്ട്. അപ്പൊ അത് മിസ്സാക്കണ്ട കേട്ടോ. അനദർ ക്വസ്റ്റ്യൻ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് ട്രൈ ടു റീഡ് ആൻഡ് ആൻസർ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഒരു 20 സെക്കൻഡ്സ് ടൈം തരാം. 20 സെക്കൻഡ്സ് ടൈം തരാം. പ്ലീസ് ഡു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരിക്കലും പാനിക് ആകരുത്. നല്ലൊരു ശ്വാസമൊക്കെ വിട്ടിട്ട് നമ്മളൊന്ന് ആലോചിക്കുക, എന്നെ കൊണ്ട് ഇത് വായിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളത്. പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കെയർഫുള്ളി വായിക്കുക. അപ്പൊ നമുക്ക് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. വാറൻ ഹേസ്റ്റിംഗ്സ് വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഹു എസ്റ്റാബ്ലിഷ്ഡ് എ റെഗുലർ പോലീസ് ഫോഴ്സ് ഇൻ ഇന്ത്യ ഓൺ ബ്രിട്ടീഷ് പാറ്റേൺ. ആണോ? അല്ല. അത് നമ്മൾ പഠിച്ച ആരാ? പോലീസ്, ആർമി, സിവിൽ സർവീസ്, ഇതൊക്കെ നമ്മൾ പഠിച്ച ആരെ വെച്ചിട്ടാ? കോൺവാലിസ് വെച്ചിട്ടാ. സോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് വി ക്യാൻ സിംപ്ലി റീച്ച് ഇൻ ടു ഓപ്ഷൻ ബി. ഓക്കെ. പിന്നെ ഈ സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ് അറ്റ് കൽക്കട്ട ബൈ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773.
The Indian Penal Code came into effect in the year 1860. So answer is B, 2 and 3 ആണ് വരുന്നത്. ഓക്കെ, ഫോർ ഫർദർ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ നോട്ട് തരാൻ വേണ്ടി പോകുന്നത് സിവിൽ സർവീസ്, പോലീസ് ഇവരുടെയൊക്കെ ഡെവലപ്മെന്റൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദാറ്റ് യു ക്യാൻ റെഫർ. ഐ ബി ഷോയിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും ഒരു ഫാക്ച്വലായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, അതിനെ ബ്രിട്ടീഷുകാർ കോൺകർ ചെയ്തത് ഏത് മെത്തേഡിൽ എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്, ക്രോണോളജിക്കൽ. Please read carefully and comment your answers, guys. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾ ചാറ്റിൽ നിന്ന് മനസ്സിലായി. 321 ആണോ 312 ആണോ 32 അല്ലെ? കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് ഒരു കാര്യം അറിയാം. ഇതില് ജാൻസി എന്ന് പറയുന്ന ഒരു പ്രദേശം 1853കളുടെ സമയത്താണ് ബ്രിട്ടീഷുകാർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് കോൺകർ ചെയ്യുന്നതും അതിനെതിരായിട്ടാണ് ജാൻസി റാണി 1857 റിവോൾട്ടിൽ പങ്കെടുക്കുന്നത്. ദാറ്റ് ഈസ് 1853. പിന്നെ വരുന്നത് സാമ്പൽപൂർ ആണ്. അത് 1849 തന്നെ ബ്രിട്ടീഷുകാര് ഒരു മിസ്മാനേജ്മെന്റിന്റെ പേരും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സത്താരയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആദ്യം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന നാട്. സത്താര എവിടെയാണ്? ഏത് രാജവംശം ഡൈനാസ്റ്റിക്കാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്? സത്താരയിൽ ആരാ ഉണ്ടായിരുന്നത്? എനിവൺ? സത്താര നോ ഐഡിയ. സത്താരയിൽ ആരുണ്ടായിരുന്നത്? മുഗളല്ല, സത്താര ഉണ്ടായിരുന്നത് നമ്മളുടെ മറാത്താസ് ആണ്. മറാത്താസിന് 2 ക്യാപിറ്റൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് പൂനെയിലാണ് ആരുണ്ടായിരുന്നത്? പെഷ്വ. മറ്റൊന്ന് സത്താര. സത്താരയിലാണ് കിങ് വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മറാത്ത സാമ്രാജ്യത്തിന്റെ പിൻഗാമികളായിട്ടുണ്ടായിരുന്ന ചില രാജകുമാരെ പേരിന് നിലനിർത്തിയിട്ടുണ്ടായിരുന്ന പ്രദേശമാണ് സത്താര. പക്ഷെ അതും പിടിച്ചെടുത്തു ബിഫോർ ദിസ് 1857 റിവോൾട്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഫൈൻ. സോ നൗ ആസ് ഐ പ്രോമിസ്, ഇനി നിങ്ങൾ ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്പെഷ്യൽ നോട്ട് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് ഡിസ്കഷൻ. ഞാൻ നോട്ട് ജസ്റ്റ് വെയിറ്റ്. നോട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. Just to comment whether the note is visible to you or not. കാണുന്നില്ല അല്ലേ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തോ. ബ്ലാങ്ക് ആയിട്ട് വരുന്ന അല്ലേ? സ്റ്റിൽ ബ്ലാക്ക് ആണ്.
ഓക്കെ, ഡോൺ വറി. ഞാനൊരു നോട്ട് ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ദ ബ്ലാക്ക് ഇസ് ഹാപ്പനിങ് വൈ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. സോ ഐ എം ട്രൈങ് ദിസ്. യൂട്യൂബിൽ നിന്നുള്ള യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് ആദ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ സൂം ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ദിസ് വാസ് എ വൺ അറ്റംപ്റ്റ് ഫ്രം മൈ സൈഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ എൻ്റർ സ്ക്രീൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ, വെദർ ദാറ്റ് ഈസ് വിസിബിൾ ഓർ നോട്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ടെക്നോളജിയുടെ ഓരോ ഓപ്ഷനുകളെ അല്ലേ, ഡയറക്റ്റ് ഷെയർ ചെയ്തപ്പോൾ വന്നില്ല. സോ ലെറ്റ് മീ ഡു ദിസ് ഷെയറിങ് അറ്റ്ലീസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ഒന്ന്, നമ്മളുടെ ഹിസ്റ്ററി ഓപ്ഷണലിന്റെ ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസും അതേസമയത്ത് ഹിസ്റ്ററി UPSCക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള GSന്റെ ക്ലാസ്സിലുള്ള കോഴ്സിലുള്ള കുട്ടികൾ, അവർക്കും ഞാനിത് ഗ്രൂപ്പിലിട്ട് തരാം. അല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി മെസ്സേജ് മീ, ഐ ബി ഷെയറിങ് ടു ദം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ടുകൾ ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഡെവലപ്മെന്റ് ഫേസസ്. അപ്പോൾ ബ്രിട്ടീഷ് കമ്പനിയുടെ സമയത്ത് തുടക്കത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ബംഗാൾ, ബോംബെ, മദ്രാസ് ഭാഗത്തുണ്ടായിരുന്നു. അവരാണ് ഇന്ത്യൻ സിപ്പോയ്സ് എന്ന് കൂടുതൽ വിളിച്ചിട്ടുണ്ടായിരുന്നത്, എല്ലാം വിത്ത് യൂറോപ്യൻ ഓഫീസേഴ്സ്. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒഫീഷ്യൽസ് റോബർട്ട് ക്ലൈവിന്റെ കാലഘട്ടം മുതൽക്ക് വരുന്നുണ്ട്. സബ്സിഡൻ സിസ്റ്റം വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അതിലൂടെയാണ് ആർമി എക്സ്പാൻഡ് ചെയ്യുന്നത്. 1857 റിവോൾട്ട് വരെയുള്ള ട്രെൻഡ് അവിടെ ഉണ്ട്. എന്നാൽ 1857 ശേഷം എന്തായിരുന്നു? കുറച്ചുകൂടെ മാർഷൽ റൈസ് തിയറി ഒക്കെ അവർ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. പിന്നെ പ്രസിഡൻസി ആർമികൾ ഒഴിവാക്കിയിട്ട് യൂണിഫൈഡ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇത് നിങ്ങൾക്ക് സാധാരണ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ കുറച്ച് പേഴ്സണാലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് വരുന്നത്. ദെൻ ബ്രിട്ടീഷിന്റെ പോലീസ് ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു? ഈ പോലീസും സിവിൽ സർവീസും പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അപ്പൊ പോലീസിന്റെ ഒരു തുടക്കത്തിൽ എങ്ങനെയായിരുന്നു പോലീസ് സിസ്റ്റം, അത് പറയുന്നുണ്ട്. ആ മോഡേൺ പോലീസ് സിസ്റ്റം കൊണ്ടുവന്നതിൽ കുറച്ച് ആൾക്കാരുടെ റോള്, അതിൽ പോലീസ് ആക്ട് ഓഫ് 1861 അതെങ്ങനെയാണെന്നുള്ള പറയുന്നു. അതിനെ അസോസിയേറ്റ് ചെയ്തിരുന്ന പേഴ്സണാലിറ്റീസ്. ഓക്കെ, പിന്നെ പോലീസ് കമ്മീഷൻ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഫൗളർ കമ്മീഷൻ, ഫ്രൈസർ കമ്മീഷനും കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇന്റലിജൻസ് ബ്യൂറോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് വാറൻ ഹേസ്റ്റിങ്സ്, കോൺവാലിസിന്റെ റോൾ എന്ത്, പിന്നെ അതിന്റെ ഡിഫറെന്റ് ഡെവലപ്മെന്റ് ഫേസുകൾ, കമ്മീഷൻസ് എന്തൊക്കെയാണ്, പേഴ്സണാലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഫേസുകൾ എന്തൊക്കെയാണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇന്ന് കാണുന്ന പോലെ ഇതിലോട്ട് മാറ്റിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരുന്ന രൂപത്തിലോട്ടുള്ള ഒരു സിംപ്ലിഫൈഡ് റീഡിംഗ് മെറ്റീരിയൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു തവണ വളരെ വൃത്തിക്ക് നന്നായിട്ട് പോയിന്റുകൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇനി വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ ഡിസ്കഷൻ ഫോർ ടുഡേ. നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു 45 മിനിറ്റിന്റെ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഫൈനലി ഐ ജസ്റ്റ് വാണ്ട് ടു നോ യുവർ സപ്പോർട്ട്, ലൈക്ക് whether today's session was useful for you or not. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? Just to tell me so that we can wind up accordingly. And I'm asking you one more thing. നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജെന്യുവൻലി പ്ലീസ് കമന്റ് ഇൻ ദ ചാറ്റിൽ നിങ്ങൾ അറിയിക്കുക. ഇഫ് യു വാണ്ട് സച്ച് സെഷൻസ്, അത് മോഡേൺ ഇന്ത്യ ഇപ്പോൾ നമ്മൾ 2 ക്ലാസ്സസ് ആയി, ഇനി ഒന്നുകൂടെ നമ്മൾ മോഡേൺ ഇന്ത്യ ഒരു ഡിസ്കഷൻ കൂടെ നമ്മൾ നടത്തും. പിന്നീട് നമ്മൾ ആൻഷ്യന്റ് മിഡീവിലൂടെ കവറപ്പ് ചെയ്യും. സോ ദാറ്റ് യുവർ പ്രിലിംസ് വിൽ ബി സംതിങ് വെരി ഗുഡ് ആൻഡ് ക്ലിയർ. അതിനനുസരിച്ച് ചില സ്പെഷ്യൽ നോട്ട്സ് തരാൻ പറ്റുന്നതൊക്കെ ഞാൻ തരികയും ചെയ്യും. ഓക്കെ, സോ വി ക്യാൻ സി, ലെറ്റ് സി വിത്ത് യുവർ പാർട്ടിസിപ്പേഷൻ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് വഴിയുള്ള സെഷനുകളിൽ നോക്കാം കേട്ടോ. സോ താങ്ക്സ് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നോട്ട് ഞാൻ ഗ്രൂപ്പിലിടാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഗുഡ് നൈറ്റ് ഗൈസ്.